കണ്ണൂർ പഴയങ്ങാടിയിൽ പാചകവാതക ടാങ്കർ ലോറി മറിഞ്ഞു. വാതക ചോർച്ചയില്ല. മംഗലാപുരത്ത് നിന്നും വരികയായിരുന്ന ടാങ്കറാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. പഴയങ്ങാടി വഴിയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. അർജുൻ കല്യാടുണ്ട് വിവരങ്ങളുമായി. അർജുൻ, എന്തായിരുന്നു സംഭവിച്ചത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രുതി, അതായത് ഇന്ന് പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. പഴയങ്ങാടി പാലത്തിന് സമീപമാണ് ടാങ്കർ ലോറി മറിഞ്ഞ് അപകടം സംഭവിച്ച ഒരു സംഭവം ഉണ്ടായത്. പഴയങ്ങാടി പാലത്തിന് സമീപമാണ് ഗ്യാസ് ടാങ്കറുമായി വന്നിട്ടുള്ള വാഹനം മറിയുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. നിയന്ത്രണം വിട്ട 3 വാഹനങ്ങളിൽ ഇടിച്ചാണ് ഈ ടാങ്കർ മറിഞ്ഞിട്ടുള്ളത്. എന്തായാലും വലിയ പരിക്കുകൾ, അതായത് ഗ്യാസിൽ വാതക ചോർച്ച ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. വാഹനത്തിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമായിട്ട് ആ സമയത്ത് ആ മേഖലയിൽ ഉണ്ടായിരുന്ന നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. എന്തായാലും വലിയ അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഗ്യാസ് ടാങ്കറിൽ ചോർച്ചയില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. വാഹനത്തിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമായി പറയുകയും ചെയ്യുന്നത്. 3 വാഹനങ്ങളിൽ ഇടിച്ച് ലോറി മറിയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ആദ്യം ഒരു ടെമ്പോ ട്രാവലർ ഇടിച്ചു. അതിനുശേഷം കോഴിക്കോട് നിന്നും വന്നിരുന്ന മറ്റൊരു വാഹനത്തിന് ട്രാവലറിലേക്ക് ഇടിക്കുകയും അതിനുശേഷം പാലത്തിന് സമീപത്തേക്ക് മറിയുകയുമാണ് ഉണ്ടായിരുന്നത്. പരമാവധി ഈ ടെമ്പോ ട്രാവലർ പാലത്തിനോട് അടുപ്പിച്ച് ചേർന്ന ഭാഗത്തേക്ക് പോയത് കൊണ്ടാണ് അപകടത്തിൽ നിന്നും വലിയ രീതിയിൽ രക്ഷപ്പെട്ടത്. ആ അപകടത്തിൽ 8ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അവരുടെ പരിക്കും ഗുരുതരമല്ല എന്നതും ആശ്വാസകരമാണ്. ഈ ടാങ്കർ ലോറി ആദ്യം ഈ ടെമ്പോ ട്രാവലറിന് മുകളിലേക്കാണ് മറിഞ്ഞു വീഴുകയും ചെയ്തത്. ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ മേഖലയിലൂടെ യാത്ര ചെയ്തിരുന്ന യാത്രക്കാരെല്ലാവരും ചേർന്നാണ് ഈ പറയുന്ന ടെമ്പോ ട്രാവലിലുള്ള യാത്രക്കാരെ രക്ഷപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പ്രദേശത്തു കൂടിയുള്ള ഗതാഗതം ഇപ്പോൾ നിയന്ത്രിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഒഴിവായതെന്ന് പറയാം. കണ്ണൂരിൽ തന്നെ സമാനമായ രീതിയിലുള്ള അപകടങ്ങളെല്ലാം ഈ ടാങ്കർ ലോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ചാലയിലൊക്കെ വലിയ അപകടം സംഭവിച്ചിട്ടുള്ള ഒരു മുൻ അനുഭവമുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ കണ്ണൂരിൽ ഇപ്പോൾ ഈ പഴയങ്ങാടിയിൽ ഇല്ല. ഗ്യാസ് ചോർച്ച ഇല്ലാത്തതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണമായും പറയുന്നത്. പഴയങ്ങാടി പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ, ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. 8ഓളം പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 2 മണിയോട് കൂടിയാണ് അപകടം സംഭവിക്കുകയും ചെയ്തത്. ശ്രുതി, അർജുൻ, ഈ 8ഓളം പേർ എന്ന് പറയുന്നത് ടെമ്പോ ട്രാവലറിലും ഒപ്പം ഈ ലോറിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ, അയാളുടെ ആരോഗ്യസ്ഥിതി എന്താണ്? മറ്റൊരു വാഹനത്തിൽ കൂടി ഇടിച്ചിട്ടുണ്ടല്ലോ, അതിലും ആളുണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും ശ്രുതി, അതായത് ഈ വാഹനം സഞ്ചരിച്ചതിന്റെ നേർ എതിർദിശയിൽ മംഗലാപുരത്ത് നിന്ന് വരുന്ന വാഹനമാണ് ഇത്തരത്തിൽ ടാങ്കറാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. നേർ എതിർദിശയിൽ നിന്ന് എത്തിയിട്ടുള്ള വാഹനമാണ് അപകടത്തിൽപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന 8 പേർക്കാണ് പരിക്കേൽക്കുന്ന സ്ഥിതി. പക്ഷെ അവരുടെ പരിക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കല്ല, നിസ്സാരമായിട്ടുള്ള പരിക്കാണ് എന്ന രീതിയിലാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്തായാലും നമ്മൾ ആശ്വാസകരമായി ചിന്തിക്കേണ്ടുന്ന കാര്യം, ഇത്തരത്തിൽ വലിയൊരു അപകടം സംഭവിച്ചു. പക്ഷേ ഭാഗ്യവശാൽ തന്നെ വാതക ചോർച്ചയില്ലാതെ, ഈ ടാങ്കറിൽ നിന്ന് വാതക ചോർച്ചയില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. വളരെ ഉടനെ തന്നെ ആ മേഖലയിൽ ഉണ്ടായിരുന്ന പഴയങ്ങാടി പോലീസ് ഉൾപ്പെടെ, പഴയങ്ങാടി ടൗണിനോട് ചേർന്നിട്ടുള്ള മേഖലയിലാണ്, പാലത്തിനോട് ചേർന്നിട്ടുള്ള ഒരു മേഖലയിലാണ് ഒരുപക്ഷെ വലിയ അപകടം സംഭവിക്കുമായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. 8ഓളം പേർക്കാണ് പരിക്കേൽക്കുകയും ചെയ്തത്. ശരി അർജുൻ, എന്തായാലും കണ്ണൂർ പഴയങ്ങാടിയിലാണ് ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞിരിക്കുന്നത്. വാതക ചോർച്ചയില്ല. 8ഓളം പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല എന്നാണ് അർജുൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.